ഈ മൂടി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ പഞ്ഞി പോലെ കാണുന്നതിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് ടർക്കിഷ് ചിക്കൻ. ഇത് നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് ബട്ടർ നാനാണ്. പൊറോട്ടയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടർക്കിഷ് ചിക്കനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, യോഗട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് നന്നായി പുരട്ടി ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിന് വേണ്ടി ഒരു വൈറ്റ് സോസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറേശ്ശെ പാലൊഴിച്ച് ഇതൊന്ന് കട്ടിയാക്കി എടുക്കണം. 1 കപ്പ് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കുറച്ച് കട്ടിയായതിനു ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കും. ചീസും കൂടെ ഇട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് കസ്തൂരി മേത്തിയും ഒറിഗാനോയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കും. ചീസും കൂടെ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കും. കുറച്ച് മല്ലിയില. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മിനിറ്റ് കഴിഞ്ഞ് ഈ മൂടി എടുത്ത് നോക്കുമ്പം നല്ല മണമായിരിക്കും. ഒരു ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് നല്ല നാനിൻ്റെ കൂടെ കഴിക്കാം. നാനിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ല കോമ്പിനേഷൻ.